വഞ്ചൂരിലെ ഏരിയ സമ്മേളനത്തിൽ റോഡ് കുഴിച്ചാണ് സ്റ്റേജ് കെട്ടിയതെങ്കിൽ അത് ഗുരുതര വകുപ്പ് ചുമത്തി കേസെടുക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി. പൊതുവഴിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നവർ അതിന്റെ തിക്തഫലം കൂടി അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി പറയുന്നു. 16 CPM നേതാക്കളാണ് വഞ്ചൂരിൽ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതിയിൽ നിന്നും വിമർശനമുണ്ടായത്. ഇതെങ്ങനെ കണ്ടു നിൽക്കാനാകും എന്നതടക്കം കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ്? കോടതിയുടെ പരാമർശങ്ങൾ എങ്ങനെയാണ്? സേതു, വഞ്ചൂര് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നും അതിരൂക്ഷമായ പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അപകടങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ റോഡടച്ച് സ്റ്റേജ് കെട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഇതിന് അധികാരം ലഭിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പൊതുനിരത്തുകളിൽ സമ്മേളനം നടത്തുന്നതിന് അനുമതി തേടേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ അറിയില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രത്യേകിച്ചും ഹൈക്കോടതി തന്നെ നേരത്തെ ഈ പാതയോരത്തെ പൊതുയോഗം നിരോധിച്ച് ഉത്തരവിട്ടിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു. കാരണം നേരത്തെ കോടതി ഉത്തരവുള്ളതാണ് ഇത്തരത്തിൽ സമ്മേളനം നടത്തരുതെന്ന്. അതിനുശേഷവും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സമ്മേളനങ്ങൾ നടത്തിയാണ്. CPI സെക്രട്ടേറിയറ്റ് സമീപം നടത്തിയ സമ്മേളനത്തിൽ റോഡ് കുഴിച്ചിരുന്നോ എന്നാണ് കോടതി ചോദ്യം. അതോടൊപ്പം തന്നെ ഈ വഞ്ചിയൂരിൽ സമ്മേളനം നടത്തിയതും റോഡ് കുഴിച്ചാണ് സ്റ്റേജ് കെട്ടിയതെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തേണ്ടി വരും. കോടതി അലക്ഷ്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGP ഇത് സംബന്ധിച്ച് ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഉടൻ ഈ വഞ്ചിയൂരിൽ സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് DGP പറയുന്നത്. 500ഓളം CPM പ്രവർത്തകർ ഇതിൽ പങ്കെടുത്തു എന്നും DGP അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SHO ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. SHO നൽകിയ റിപ്പോർട്ടിൽ 16 CPM നേതാക്കൾ, MV ഗോവിന്ദൻ അടക്കമുള്ള 16 CPM നേതാക്കളാണ് ഇത്തരത്തിൽ പങ്കെടുത്തത് എന്നും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഈ ഹർജി പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. ശരി ഷപ്ന, വ്യക്തമാണ്.